നമ്മൾ എപ്പോഴും വിചാരിക്കും മലയാളികളെല്ലാവരും വലിയ രീതിയിലാണ് താമസിക്കുന്നത്, വലിയ സുഖസൗകര്യങ്ങൾ കൂടി അങ്ങനെയൊന്നും അല്ലാതെ. നിങ്ങൾ ഈ വയനാട്ടിലും മലപ്പുറത്തിൻ്റെ മലയോര മേഖലയിലും കണ്ണൂരിൻ്റെ മലയോര മേഖലയിലും കാസർഗോഡിൻ്റെയും ഇടുക്കിയുടെയും പത്തനംതിട്ടയുടെയും മലയോര മേഖലയിലൊക്കെ സാധാരണ ജനങ്ങൾ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് കാണുന്നേ. നമ്മൾ ഈ പറയുന്നത് പോലെ എന്താണ് മെക്കാഡൻ ടാർട്ട റോട്ടിലൊന്നും അല്ല ജീവിക്കുന്നത്. ഇന്ന് കണ്ടവല്ലോ എല്ലാ നേതാക്കന്മാരും. ഇത് ദൈവം അവരെ കാണിച്ചു കൊടുക്കേണ്ട അവസ്ഥ എത്തിച്ചില്ലേ? ഒരു മനുഷ്യനെ ഒരു ബോഡി കൊണ്ടുപോകാൻ പോലും പറ്റാത്ത രീതിയിൽ ഒരു അനന്തു എന്ന് പറയുന്ന ചെറിയ പയ്യനല്ലേ, അതായത് ജീവിതം കണ്ടു തുടങ്ങിയിട്ടുണ്ടോ? 15 വയസ്സായിട്ടൊരു പയ്യൻ്റെ ബോഡി കൊണ്ടുപോകാൻ പോലും പറ്റാത്ത രീതിയിൽ റോഡില്ലാത്ത ഒരു മലയോര മേഖലയിൽ എല്ലാ നേതാക്കന്മാരും നടന്നെത്തിയില്ലേ? അവർക്ക് അന്നേരം മനസ്സിലായില്ലേ ഇവരൊക്കെ ജീവിക്കുന്ന ശൈലി എന്താണെന്നും ഏത് രീതിയിലാണ് ജീവിക്കുന്നതെന്നും. എന്തൊരു കഷ്ടമാണ്. നമ്മളെന്താണ് പറയുന്നത്? ഈ വഴിക്കടവ് പഞ്ചായത്തിൻ്റെ അത് 104 കിലോമീറ്റർ ചുറ്റളവിലുള്ള പഞ്ചായത്ത് 84 കിലോമീറ്ററോളം വനം ഏരിയ അതിർത്തി പങ്കിടുകയാണ്. 84 കിലോമീറ്ററാണ് ഞാൻ പറയുന്നത്, അതിർത്തി പങ്കിടുകയാണ്. ചുറ്റളവ് 104 കിലോമീറ്റർ ചുറ്റളവിലൊരു ഒരു പഞ്ചായത്തിൻ്റെ അവസ്ഥയാണ് ഞാൻ പറയുന്നത്. എത്ര അവിടുത്തെ പോപ്പുലേഷൻ എന്നറിയോ? 40,000. 39,000 വോട്ട് ചെയ്യുന്നൊരു 39,000 അവിടുത്തെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് ഏകദേശം 50,000-ലധികം വരും. 50,000 ആൾക്കാർ ഒരു പഞ്ചായത്തിൽ തിങ്ങി നിറഞ്ഞ് ജീവിക്കുന്ന സ്ഥലത്ത് ഇവർക്കൊരു ഫെൻസിങ് ഇടാൻ 104 കിലോമീറ്ററിൽ 85 കിലോമീറ്റർ ഫെൻസിങ് ഇടാൻ ഒരു സർക്കാരിന് കഴിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇതിൽ കൂടുതൽ എന്ത് അനാസ്ഥയാണ് പറയുന്നത്? ഒരു കമ്പനീൻ്റെ MD ഉണ്ടെങ്കിൽ അയാൾക്ക് ആ കമ്പനി നടത്താനുള്ള ബോധം ഉണ്ടാവില്ലേ? ഒരു സാധാരണ കമ്പനീൻ്റെ MDക്ക് ഈ ഒരു വനം മന്ത്രിക്ക് 5 പൈസേൻ്റെ ബോധമുണ്ടോ? അയാൾക്ക് ഇന്ന് എന്താണ് പറയുന്നത്?